നേരത്തെ പറഞ്ഞ വാർത്ത പടയപ്പ വീടും ജനവാസ മേഖലയിലെ ഗൂഡാർവിള എസ്റ്റേറ്റിലാണ് കാട്ടാന ഇപ്പോഴുള്ളത്. വിശദാംശങ്ങളുമായി അതിൻ്റെ ദൃശ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണാം. മൂന്നാർ പരിസരം വിട്ട് ഈ പടയപ്പ പോകത്തേയില്ല. വളരെ ടേസ്റ്റിൽ പിടിച്ചു കിടക്കുക. അവിടെ ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ല, അത് തന്നെ പ്രശ്നം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളും അയച്ചിരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? രാഹുൽ വിജയനെ കാണുവാനില്ല എന്നൊരു പരസ്യം കൊടുക്കേണ്ടി വരും. ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകൾ, അതായത് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഇത് ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. മറയൂർ മേഖലയിലെ വനത്തിലായിരുന്നു ഈ കാട്ടാന ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ജനവാസ മേഖലയിലേക്ക്, വെയിലൊക്കെ തെളിഞ്ഞതോടുകൂടി, മഴയൊക്കെ മാറിയതോടുകൂടി വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അത് ഗൂഡാർവിള എസ്റ്റേറ്റിലാണുള്ളത്. ജനവാസ മേഖലയാണ്, തോട്ടം തൊഴിലാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്ന പോലും തോട്ടം തൊഴിലാളികളാണ്. അവർ ജീപ്പിലെത്തുമ്പോഴാണ് കാട്ടാന ഇങ്ങനെ റോഡിൽ നിൽക്കുന്നത് കാണുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ ഈ ഗൂഡാർവിള ഭാഗത്ത് വന്ന കാട്ടാന വലിയ തരത്തിൽ കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു RRT സംഘത്തെ നിയോഗിച്ചിരുന്നു. 24-അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. അവരിൽ 12 പേർ പകലും 12 പേർ രാത്രിയുമാണ് ഈ പടയപ്പയെ നിരീക്ഷിക്കേണ്ടത്. പക്ഷേ അവരുടെ നിരീക്ഷണം അത്ര കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം വേണം. ജനവാസ മേഖലയിൽ ഇറങ്ങി അവരുടെ കഷ്ടപ്പാട്, അതായത് ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന എന്തായാലും നിർത്തണം എന്നുള്ളതാണ് നാട്ടുകാരും തോട്ടം തൊഴിലാളികളും ഒക്കെ ആവശ്യപ്പെടുന്നത്. സ്കെയിൻ കൊടയൊക്കെ ചൂടി അവിടെ മഴയുണ്ടോ? സ്കെയിൻ വലിയ കാര്യമായിട്ട് മഴയില്ല, പക്ഷെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയതാണ്. തീവ്രമഴയല്ല, എന്നാൽ അത്ര സുഖകരമല്ലാത്ത രീതിയിലുള്ള മഴ. ഓക്കെ, മഴ തടസ്സപ്പെടുത്തണ്ട.